അങ്ങനെ പുതുപുത്തൻ 2024 മോഡൽ മാരുതി സുസുക്കിയുടെ സ്വിഫ്റ്റ് ലോഞ്ച് ആയിരുന്നു കേട്ടോ. ഇന്ന് ഡൽഹിയിലായിരുന്നു ലോഞ്ച് നടന്നത്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളായിട്ട് നമുക്ക് നോക്കാം. എന്താണ് പുതിയ സ്വിഫ്റ്റിൻ്റെ വിശേഷങ്ങൾ? കുറേയേറെ സ്പൈഡ് ഇമേജസും സ്പൈഡ് വീഡിയോസൊക്കെ കഴിഞ്ഞ് കുറേ കാലങ്ങളായിട്ട് നമ്മൾ അതിൻ്റെ ടെസ്റ്റിൻ്റെ വീഡിയോസും അതുപോലെ സ്പൈഡ് ആയിട്ടുള്ള ഇമേജസും അപ്പോൾ കുറേ അസംഷൻസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. എന്തായാലും ഇന്ന് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച അവർ ബുക്കിംഗ് ഓൺലൈനിൽ അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് അടുത്തുള്ള ഷോറൂമുകളിൽ നിന്ന് ബുക്ക് ചെയ്യാമായിരുന്നു. ഇന്ന് എന്തായാലും വാഹനം ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഷോറൂമുകളിൽ അവൈലബിൾ ആണ്. നാളെ മുതൽ ഷോറൂമുകളിൽ ചെന്ന് കഴിഞ്ഞാൽ വാഹനം കാണാനും പറ്റും. ടെസ്റ്റ് ഡ്രൈവും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റും. ടെസ്റ്റ് ഡ്രൈവ് എല്ലാം നമുക്ക് ഇന്ന് തന്നെ ബുക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ വണ്ടിയുടെ ബുക്കിങ്ങും തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. എന്തായാലും പുതിയ വണ്ടിയുടെ വിശേഷങ്ങളിലേക്കൊന്ന് പോയി നോക്കാം. പുതിയ സ്വിഫ്റ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ 1.2 ലിറ്ററിൻ്റെ എഞ്ചിനുമായിട്ടാണ് വരുന്നത്. Z12V എന്ന പുതിയ എഞ്ചിനുമായിട്ടാണ് വരുന്നത്. 3 സിലിണ്ടർ ആയിട്ടുള്ള പഴയ 4 സിലിണ്ടർ എഞ്ചിൻ റിപ്ലേസ് ഇതൊക്കെ കഴിഞ്ഞ കുറേ ആഴ്ചയായിട്ട് ഇതിൻ്റെ ന്യൂസൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന കേട്ടോ. പഴയ 4 സിലിണ്ടർ എഞ്ചിൻ മാറ്റി അത് പുതിയ 3 സിലിണ്ടർ എഞ്ചിനിലേക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ രണ്ട് കാര്യങ്ങളാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, പുതിയ BSൻ്റെ അതായത് ഭാരത് സ്റ്റേജ് പുതിയ നോംസ് വരുമ്പോൾ അതിനെ സാറ്റിസ്ഫൈ ചെയ്യാനോ അല്ലെങ്കിൽ അതിനനുസരിച്ച് മാറാനും, അതുപോലെ തന്നെ മൈലേജിൻ്റെ കാര്യത്തിലേക്കും. മാരുതിയുടെ മെയിനായിട്ട് നമ്മൾ ആശ്രയിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ മൈലേജ് തന്നെയാണല്ലോ. മാരുതിക്ക് ഉള്ള ഒരു പ്രശ്നം, ഒരു പ്ലസ് അതാണെങ്കിൽ ഒന്ന് സേഫ്റ്റിയിലേക്ക് മറ്റു കുറേ അപഖ്യാതികൾ കേൾക്കുകയും അതുപോലെ തന്നെ മൈലേജിൻ്റെ കാര്യത്തിൽ ഏറ്റവും മുമ്പിൽ തന്നെ നിൽക്കുന്ന ഒരു വാഹനമാണ് മാരുതിയുടെ വാഹനങ്ങൾ. അതുപോലെ തന്നെ ഏറ്റവും നല്ലൊരു വാഹനമാണ് സ്വിഫ്റ്റ് എന്ന് പറയുന്ന വാഹനം. അപ്പോൾ എന്തായാലും ആ ഒരു മൈലേജ് കൂട്ടാനുള്ള കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇവർ പുതിയ ഒരു 3 സിലിണ്ടർ ആയിട്ടുള്ള പുതിയ എഞ്ചിനെ കൊണ്ടുവന്നത് കേട്ടോ. എന്തായാലും മാരുതി ക്ലെയിം ചെയ്യുന്ന ആ ഒരു മൈലേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനുവലായിട്ടുള്ള മോഡലിന് 24.8 കിലോമീറ്റർ ലിറ്ററും അതുപോലെ AMT മോഡലിന് 25.75 കിലോമീറ്റർ പെർ ലിറ്ററുമാണ് കേട്ടോ അവർ ക്ലെയിം ചെയ്തിരിക്കുന്ന മൈലേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്തായാലും ബാക്കി കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ഡ്രൈവിലും പുതിയ കാര്യങ്ങൾ എന്തായാലും ക്ലെയിം ചെയ്ത് അത്രയും മൈലേജ് കിട്ടുന്നില്ല. കാരണം അതൊരു സ്റ്റാൻഡേർഡ് ഒരു ഇതിലൊക്കെ ടെസ്റ്റ് ചെയ്ത് കിട്ടുന്ന മൈലേജാണ് അവർ ക്ലെയിം ചെയ്യുന്നത്. എന്തായാലും പുതിയ ഒരു പഴയ വാഹനത്തെ കഴിഞ്ഞും പുതിയ വാഹനത്തിന് മൈലേജ് കൂടുതൽ ഉണ്ടാവുമെന്നാണ് പറയാനായിട്ട്. കാരണം പവർ കുറച്ചുണ്ട്. 80 bhp ആക്കുകയും 112 ന്യൂട്ടൺ മീറ്റർ ടോർക്കിലേക്കുള്ള ആ ഒരു എഞ്ചിൻ സ്പെക്കിലേക്ക് മാറ്റി ഒരു പുതിയ എഞ്ചിനുമായിട്ടാണ് വന്നിരിക്കുന്നത്. LXI, VXI ഓപ്ഷണൽ, ZXI പ്ലസ് ഇങ്ങനെ കുറേ വേരിയൻസിലൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് എന്തായാലും വേരിയൻസ് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അതിന് മുമ്പായിട്ട് കോമൺ ആയിട്ട് വന്നിരിക്കുന്ന പുതിയ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാരുതി ചെയ്തിരിക്കുന്നത് നല്ല കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള 6 എയർ ബാഗ് കൊണ്ടുവന്നിട്ടുണ്ട്. സേഫ്റ്റി ഫീച്ചേഴ്സ് എല്ലാവരും എല്ലാ വേരിയൻസിലും സ്റ്റാൻഡേർഡ് ആയിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് ESP അതുപോലെ തന്നെ 6 എയർ ബാഗുകൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ സേഫ്റ്റി ഫീച്ചേഴ്സ് എല്ലാം തന്നെ കോമൺ ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് ഫീച്ചേഴ്സ് ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ സ്പോർട്ടി ലുക്കായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ പുതിയ വാഹനം. കുറച്ചുകൂടി പഴയതിനേക്കഴിഞ്ഞും കുറച്ചുകൂടി ഓൾറെഡി സ്പോർട്ടി ലുക്കായിരുന്നു. സ്പോർട്ടി ലുക്കായിട്ട് വന്നിരിക്കുന്നത് പറയേണ്ട കാര്യമില്ല. പഴയതിനെ കഴിഞ്ഞും കുറച്ചുകൂടി ഒരു അഴകോട് കൂടിയാണ് പുതിയ ഡിസൈൻ കൊണ്ടുവന്നിരിക്കുന്നത്. ഫ്രണ്ടിലൊന്ന് നോക്കിക്കഴിഞ്ഞാൽ പുതിയ ഗ്രില്ല് ബ്ലാക്ക് കളേർഡ് ആയിട്ടുള്ള പുതിയ ഗ്രില്ല് കുറച്ചുകൂടി വലിപ്പമുള്ള ആ ഒരു ഗ്രിൽ ഡിസൈനിൽ വന്നിട്ടുണ്ട്. അത് ഫ്രണ്ടിലെ ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്പം വലിപ്പം കൂടിയാണ്. അതുപോലെ തന്നെ പുതിയ അലോയ് വീൽസ് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഡയമണ്ട് കട്ട് ആയിട്ടുള്ള ഡ്യുവൽ ടോൺ ആയിട്ടുള്ള അലോയ് വീൽസ് കൊണ്ടുവന്നുണ്ട്. അതുപോലെ പുതിയ കോക്പിറ്റ്, അതുപോലെ സ്റ്റിയറിംഗ് കൺട്രോൾസ്, ക്രൂസ് കൺട്രോൾ, മ്യൂസിക്കിൻ്റെ കൺട്രോൾസ്, സ്റ്റിയറിംഗ് കൺട്രോൾസ്, അതുപോലെ തന്നെ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം, അതുപോലെ തന്നെ വയർലെസ് ചാർജിങ് പോയിന്റുകൾ, അത്തരം പുതിയ കാര്യങ്ങളിൽ ആഡ് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ കൂടുതലായിട്ടുള്ള ഇന്റീരിയർ സ്പേസ് ഉള്ളിലേക്ക് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സൈഡിലൂടെ ഒരു ക്യാരക്ടർ ലൈൻ പോയിട്ടുണ്ട്. പുതിയതായിട്ട് ഒരു ക്യാരക്ടർ ലൈൻ ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ടെയിൽ ലാമ്പ് ഒരു C-ഷേപ്ഡ് ആണ് വന്നിരിക്കുന്നത്. ഹെഡ് ലാമ്പ് എന്ന് പറഞ്ഞൊരു ബൂമറാങ് ഡിസൈനിലാണ് വന്നിരിക്കുന്നത്. സേഫ്റ്റി ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 6 എയർ ബാഗ് അവർ സ്റ്റാൻഡേർഡ് ആയിട്ട് എല്ലാ വേരിയന്റിലും കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഹിൽ ഹോൾഡ് അസിസ്റ്റ് വരുന്നുണ്ട്. അതും സ്റ്റാൻഡേർഡ് ആയിട്ട് തന്നെയാണ് വരുന്നത് കേട്ടോ. സേഫ്റ്റി ഫീച്ചേഴ്സ് എന്തായാലും സ്റ്റാൻഡേർഡ് ആയിട്ട് കൊടുത്ത് എന്തായാലും നല്ലൊരു കാര്യമായിട്ടാണ് പറയാനായിട്ട്. അതിനൊരു വലിയ ലൈക്ക് കൊടുക്കാവുന്നതാണ് മാരുതിക്ക്. അതുപോലെ ESP, അതുപോലെ റിവേഴ്സ് ക്യാമറ പാർക്കിംഗ് അത് സ്റ്റാൻഡേർഡ് അല്ല കേട്ടോ. റിവേഴ്സ് സെൻസർ പാർക്കിംഗ് സെൻസർ വരുന്നത് സ്റ്റാൻഡേർഡ് ആണ്. അതുപോലെ ABS വിത്ത് EBD അതൊക്കെ വരുന്നത് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ പ്ലാറ്റ്ഫോമാണ് വന്നിരിക്കുന്നത്. ഹൈ സ്ട്രെങ്ത് ആയിട്ടുള്ള സ്റ്റീൽ ഉപയോഗിച്ചുകൊണ്ടുള്ള പുതിയ പ്ലാറ്റ്ഫോം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഐസോഫിക്സ് വരുന്നത് അതും സ്റ്റാൻഡേർഡ് ആയിട്ട് എല്ലാ വേരിയന്റിലും ഒന്നിച്ചാണ് കേട്ടോ വരുന്നത്. ഇനി നമുക്ക് കളറുകൾ ഏതൊക്കെയാണ് വരുന്നത് നോക്കട്ടെ. 3 ഡ്യുവൽ ടോൺ ആയിട്ടുള്ള കളറുകളും അതുപോലെ 5 മോണോട്ടോൺ കളറുകളായിട്ട് വരുന്നത്. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ സിസിലിംഗ് റെഡ് വിത്ത് മിഡ് നൈറ്റ് ബ്ലാക്ക് റൂഫാണ് വരുന്നത്. അതുപോലെ ലെസ്റ്റർ ബ്ലൂ വിത്ത് മിഡ് നൈറ്റ് ബ്ലാക്ക് റൂഫ് വരുന്നുണ്ട്. അതുപോലെ പേൾ ആർട്ടിക് വൈറ്റ് മിഡ് നൈറ്റ് ബ്ലാക്ക് റൂഫ് വരുന്നുണ്ട്. അതുപോലെ സിസിലിംഗ് റെഡ് വരുന്നു, അത് മോണോട്ടോണിൽ. ലെസ്റ്റർ ബ്ലൂ വരുന്നുണ്ട്, നോവൽ ഓറഞ്ച് വരുന്നുണ്ട്. ഈ ലെസ്റ്റർ ബ്ലൂ നോവൽ ഓറഞ്ചും പുതിയ കളറുകളാണ് കേട്ടോ. അതുപോലെ മാഗ്മ ഗ്രേ എന്ന് പറയുന്ന ഗ്രേ ഷെയ്ഡ് വരുന്നുണ്ട്. പിന്നീട് വരുന്നതെന്ന് പറഞ്ഞാൽ സ്പ്ലെൻഡിഡ് സിൽവർ എന്ന് പറയുന്ന ഒരു മോണോട്ടോൺ കളറാണ് വരുന്നത്. അതുപോലെ തന്നെ സ്പ്ലെൻഡിഡ് സിൽവർ കഴിഞ്ഞാൽ പിന്നെ പേൾ ആർട്ടിക് വൈറ്റ് എന്ന് പറയുന്ന ഒരു മോണോട്ടോൺ ഷെയ്ഡുമാണ് വരുന്നത്. ഇങ്ങനെ 5, 3, 8 ഷെയ്ഡുകളിലാണ്. 2 ഡ്യുവൽ ടോണും 5 മോണോട്ടോണും ആണ് കേട്ടോ വരുന്നത്.
ഇനി നമുക്ക് പ്രൈസിൻ്റെ കാര്യം നോക്കട്ടെ. ബേസ് വേരിയൻ്റ് ആയ LXi വരുന്ന 6,49,000 രൂപ ഷോറൂമാണ് വരുന്നത്. അതുപോലെ VXi വരുമ്പോൾ 7,29,500 രൂപയും, VXi AMT വരുന്ന 7,79,500 രൂപയും, VXiൻ്റെ ഓപ്ഷനിൽ വരുമ്പോഴത്തേക്കും 7,56,500 രൂപ. ഇതെല്ലാം എക്സ്ഷോറൂം പ്രൈസുകളാണ് കേട്ടോ. ഓൺ റോഡ് പ്രൈസ് വരുമ്പോഴത്തേക്കും കൂടുതലായിരിക്കുമല്ലോ. അതുപോലെ തന്നെ VXiയുടെ AMT വരുമ്പോഴത്തേക്കും ഓപ്ഷനിലെ AMT വരുമ്പോൾ 8,06,500 രൂപയും, ZXi വരുമ്പോൾ 8,29,500 രൂപയും, ZXiയുടെ AMT വരുമ്പോൾ 8,79,500 രൂപയും. അതുപോലെ തന്നെ ZXiയുടെ പ്ലസ് വേരിയൻറ്റ് വരുമ്പോഴത്തേക്കും അത് 8,99,500, ZXi പ്ലസിൻ്റെ AMT വരുമ്പോഴത്തേക്കും 9,49,500 വരുന്നു. ഇതെല്ലാം എക്സ്ഷോറൂം പ്രൈസുകളാണ് കേട്ടോ വരുന്നത്. ഇനി നമുക്ക് 2-3 മോഡലിൻ്റെ LXi, VXi ഓപ്ഷനിൽ വരുന്ന ഫീച്ചേഴ്സ് നോക്കാം കേട്ടോ. അതായത് ബേസ് വേരിയൻറ്റും അതുപോലെ ഒരു മിഡ് വേരിയൻ്റ് എന്ന് പറയുമ്പോൾ VXiയുടെ ഓപ്ഷനിൽ വരുന്ന പറയുമ്പോൾ LXi ബേസ് വേരിയൻറ്റ്, അതുപോലെ VXi എന്ന് പറഞ്ഞൊരു മിഡ് വേരിയൻറ്റും ആണല്ലോ. അതിൻ്റെ മുകളിലേക്കാണ് Z വരുന്ന ആ ഒരു ടോപ്പ് എൻഡ് വേരിയൻ്റ് ഒക്കെ വരുന്നത്. അപ്പോൾ നമുക്ക് ഈ LXiയിൽ വരുന്ന കാര്യങ്ങൾ എന്താണെന്ന് നോക്കാം. പ്രൊജക്റ്റഡ് ഹാലജൻ ഹെഡ് ലാംപ്സ് വരുന്നുണ്ട്. അതുപോലെ സ്റ്റീൽ വീലുകളാണ് വരുന്നത്. വീലിൻ്റെ സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ LXiയിലും VXiയിലും VXi ഓപ്ഷനിൽ വരുമ്പോഴത്തേക്ക് 165/80 R14 ആണ് വരുന്നത് കേട്ടോ. 14 ഇഞ്ചിൻ്റെ ആണ് വരുന്നത് സ്റ്റീൽ വീൽസ്. ZXi ആണ് അലോയ് വീൽസ് വരുന്നത്. അത് 185/65 R15 ആണ് വരുന്നത്. അതുപോലെ LED റെയർ ലാമ്പുകൾ അല്ലെങ്കിൽ ടെയിൽ ലാമ്പുകൾ വരുന്നുണ്ട്. ഹാലജൻ ഹെഡ് ലാമ്പ്, LED ടെയിൽ ലാമ്പുകളുണ്ട് വരുന്നത്. അതുപോലെ ബോഡി കളേർഡ് ആയിട്ടുള്ള ബമ്പർ വരുന്നു. റൂഫിൽ ആൻറ്റിന വരുന്നുണ്ട്. 6 എയർ ബാഗ്, ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ, ഹിൽ ഹോൾഡ് അസിസ്റ്റ്, ഇതെല്ലാം കോമൺ ആയിട്ട് സ്റ്റാൻഡേർഡ് ആയിട്ട് സേഫ്റ്റി വരുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ റിവേഴ്സ് പാർക്കിംഗ് സെൻസർ വരുന്നുണ്ട്. ഇതും സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നുണ്ട്. ഐസോഫിക്സ് വരുന്നുണ്ട്. അതുപോലെ സ്പീഡ് സെൻസിങ് ആയിട്ടുള്ള ഓട്ടോ ഡോർ ലോക്ക് വരുന്നുണ്ട്. അതുപോലെ സീറ്റ് ബെൽറ്റ് റിമൈൻഡർ വരുന്നുണ്ട്. AC മാനുവലാണ് കേട്ടോ വരുന്നത്. ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ ഒന്നും വരുന്നില്ല. അതുപോലെ കീലെസ് എൻട്രി വരുന്നുണ്ട്. ഓട്ടോ അപ്പ് ഡൗൺ ആയിട്ടുള്ള പവർ വിൻഡോസ് വരുന്നുണ്ട്. അതുപോലെ ORVM, അതുപോലെ തന്നെ മാനുവൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് വരുന്നത്. റെയർ ഡീഫോഗറും കോമൺ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം സ്റ്റാൻഡേർഡ് ആയിട്ടാണ് വരുന്നത്. ഇനി ഇത് കൂടാതെ VXiയിലേക്ക് വരുമ്പോഴത്തേക്ക് എന്തൊക്കെയാണുള്ള കാര്യങ്ങൾ നോക്കാം നമുക്ക്. വീൽ കവേഴ്സ് വരുന്നുണ്ട്. നമുക്ക് സ്റ്റീൽ വീലുകളാണ് LXiയിൽ വരുന്നതിന് വീൽ കവറുകൾ വരുന്നില്ല. VXiയിലേക്ക് വരുമ്പോഴത്തേക്കും വീൽ കവേഴ്സ് വരുന്നുണ്ട്. അതുപോലെ തന്നെ സൈഡ് ടേൺ ഇൻഡിക്കേറ്റർ ഉള്ള ORVM ആണ് വരുന്നത്. അതുപോലെ ബോഡി കളേർഡ് ആയിട്ടുള്ള ORVM ആയിരിക്കും. റെയർ പാഴ്സൽ ട്രേ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ സെക്യൂരിറ്റി അലാം വരുന്നുണ്ട്. ഡോറിനും ഹുഡിനും ഉള്ള സെക്യൂരിറ്റി അലാം വരുന്നത്. ഡോറൊന്നും ലോക്ക് ആയിട്ടില്ലെങ്കിൽ നമുക്ക് വാണിംഗ് കിട്ടും. അതുപോലെ തന്നെ ഈ വേരിയൻറ്റിലാണ് കേട്ടോ. VXi വേരിയൻറ്റിലാണ് മ്യൂസിക് സിസ്റ്റം സ്റ്റാർട്ട് ചെയ്യുന്നത്. LXi വേരിയൻറ്റിൽ അവൈലബിൾ അല്ല. 7 ഇഞ്ചിൻ്റെ സ്മാർട്ട് പ്ലേ ആയിട്ടുള്ള ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമാണ് വരുന്നത്. വോയിസ് അസിസ്റ്റൻറ്റ് വരുന്നുണ്ട്. അതുപോലെ വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടോയോ ആപ്പിൾ കാർപ്ലേയും എല്ലാം വരുന്നുണ്ട്. വയർലെസ് ആയിട്ടുള്ള നമ്മൾ 3XOയിൽ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു. അതിൽ വയർലെസ് ആയിരുന്നില്ല, ആപ്പിൾ കാർപ്ലേ വരുന്ന വയേർഡ് ആയിരുന്നു. എന്നാലും സ്റ്റിയറിംഗ് മൗണ്ടഡ് ഓഡിയോ കൺട്രോൾസ് വരുന്നുണ്ട് ഇതിലേക്ക് വരുമ്പോഴത്തേക്ക്. അതുപോലെ തന്നെ 4 സ്പീക്കർ വരുന്നുണ്ട്. അതുപോലെ ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ORVM വരുന്നുണ്ട്. ഗിയർ പൊസിഷനിങ് ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്. പക്ഷേ അത് AMT വേരിയൻറ്റിലാണ് വരുന്നത്, VXiയുടെ AMT വേരിയൻറ്റിൽ. അതുപോലെ ഫ്രണ്ടിൽ USB പോർട്ട് വരുന്നുണ്ട്, A ടൈപ്പ് വരുന്നുണ്ട്. ഇത്രയുമാണ് കേട്ടോ VXi വേരിയൻറ്റിൽ വരുന്ന ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ. ഇനി VXi ഓപ്ഷണൽ വേരിയൻറ്റിലേക്ക് വരുമ്പോഴത്തേക്ക് എന്താണ് എക്സ്ട്രാ ഇതിന് മുകളിലേക്കായിട്ട് വരുന്നത് നോക്കാം. VXi ഓപ്ഷനിലേക്ക് വരുമ്പോഴത്തേക്ക് എഞ്ചിൻ പുഷ് സ്റ്റാർട്ട് ബട്ടൺ ഓടുകൂടിയാണ് വരുന്നത്. സ്മാർട്ട് കീ അവൈലബിൾ ആയിരിക്കും. അതുപോലെ തന്നെ ഇലക്ട്രിക്കലി ഫോൾഡബിൾ ആയിട്ടുള്ള ORVM ഉണ്ടാവും. അതുപോലെ തന്നെ സുസുക്കി കണക്ട് ആപ്പ് എന്ന് പറയുന്ന ആ ഒരു ആപ്പ് ഉണ്ടാവും. അതിനകത്ത് സ്മാർട്ട് വാച്ച് കണക്ടിവിറ്റി, അതുപോലെ തന്നെ നമുക്ക് മൊബൈലുമായിട്ട് കണക്ട് ചെയ്ത് വണ്ടിയുടെ കാര്യങ്ങൾ അറിയാനും വണ്ടി ട്രേസ് ചെയ്യാനും വണ്ടിയുടെ മൈലേജ്, ബാറ്ററി ലൈഫ്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അത്തരം കാര്യങ്ങളെല്ലാം ആഡ് ചെയ്തുകൊണ്ടുള്ള സുസുക്കി കണക്ട് ആപ്പും VXi ഓപ്ഷണൽ വേരിയൻറ്റിലാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് വണ്ടിയുടെ വിലയും വിവരം കാര്യങ്ങളൊക്കെ ഇന്ന് ലോഞ്ച് ചെയ്തിട്ടുള്ളൂ. നമ്മൾ നാളെ എന്തായാലും വണ്ടിയുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ എന്തായാലും അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ചാനലിൽ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.